തീർച്ചയായും ജയിച്ചത് അതാണ് പ്രശ്നം. കാരണം അവർക്ക് അവരുടെ രാഷ്ട്രീയം ഇപ്പോൾ ഇത് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറയുന്നത് അവർക്കെതിരെ ഉണ്ടാകുന്ന വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ, സൈബർ ബുള്ളിയിങ്ങുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊരു കാര്യത്തിലും അവർ കൃത്യമായി മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, ശ്രീ ജയചന്ദ്രൻ, അതായത് ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി പോകുന്ന ആളെ പുകഴ്ത്താൻ എന്താണ്, അങ്ങനെ ആകാമോ? കാരണം നമുക്കറിയാം കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ ഉള്ള സംവിധാനമാണ്, പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. കേവലം അത് പുരുഷാധിപത്യമെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൻ്റെ ചുവയൊന്നും ഒക്കെ ചേർത്ത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പോവുകയാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, മറിച്ച് ഈ പാർട്ടിയെയോ സർക്കാരിനെയോ വിമർശിക്കുന്ന ഒരു IAS IPS ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ ഇതായിരിക്കുമോ മുഖ്യമന്ത്രിയുടെ മറുപടി? അല്ല, മുഖ്യമന്ത്രിയുടെ മറുപടിയെ സംബന്ധിച്ചല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ദിവ്യായ സയ്യരെ രാകേഷിനെ പറ്റി പറഞ്ഞതല്ലേ. അല്ല, മുഖ്യമന്ത്രി പറയാനുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ സംബന്ധിച്ച് ഞാനല്ലോ അഭിപ്രായം പറയേണ്ടത് രഞ്ജിത്തെ. അത് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. ആ നിലപാടിനെ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. വിയോജിച്ച് തന്നെ ഇപ്പോ ശ്രീ KM ഷാജഹാൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ചർച്ചയിൽ തന്നെ. അപ്പൊ ഓരോരുത്തരും വ്യക്തി സ്വാതന്ത്ര്യമാണല്ലോ, അത് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം. മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. ഇവിടെ ഞാൻ കാണുന്നത്, ഈ കേസിൽ കാണുന്നത്, ഈ ദിവ്യ സയ്യർ KK രാഗേഷിനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ പുതിയ സ്ഥാനലബ്ധിയെ സംബന്ധിച്ചോ പുതിയ സ്ഥാനത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ആശംസ അർപ്പിച്ചുകൊണ്ടോ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയോ എഴുതുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് പകരം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന, പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന, പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല, പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് പൊളിറ്റിക്കലാണ് പോസ്റ്റ് എങ്കിലും അതൊരു പദവിയാണ്, ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കഴിഞ്ഞ 3 വർഷക്കാലം KK രാഗേഷുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനിടയായ സാഹചര്യങ്ങൾ, അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് തനിക്ക് തോന്നിയ അഭിപ്രായം അതാണ് അവർ പറയുന്നത്. എന്നിട്ട് തന്നെ അവർ പറയുന്നുണ്ട്, താങ്ക് യു ഫോർ ആൾവേസ് കൺസിഡറിങ് അസ് with utmost respect, an art that is getting endangered in power corridors across the globe എന്ന് തന്നെയാണ് അവർ പറയുന്നത് ആ പോസ്റ്റിൽ. അതവർ പറയുന്നുണ്ട്. അത് അല്ലാതെ KK രാഗേഷ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതൃസ്ഥാനത്തേക്കോ പോകുന്നതിനെ സംബന്ധിച്ച് അവരഭിപ്രായം പറയുന്നില്ല. ഞാൻ അങ്ങനെയാണ് ആ പോസ്റ്റിൽ വായിച്ച് മനസ്സിലാക്കിയത്. എന്റെ ബോധ്യവും അതാണ്. അപ്പൊ ഇനി അവര് പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ ആർക്കും പറയാൻ അവകാശമുണ്ട്. ആർക്കാണ് പറഞ്ഞുകൂടാത്തത്? അത് തെറ്റാണ് എന്ന് വാദിക്കാനുള്ള എല്ലാ അവകാശവും എല്ലാവർക്കും ഉണ്ട്. അത് ശരിയാണെന്ന് വാദിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട്. ഞാനത് തെറ്റാണെന്നോ ശരിയാണെന്നോ വാദിക്കുന്ന ആളല്ല. അവർക്കത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള കാര്യത്തിലുള്ളത്. പിന്നെ 2014 അവര് സബ് കളക്ടറായിട്ട് ആദ്യം കോട്ടയത്ത് വരുന്നത്. പിന്നീട് പല തസ്തികകൾ വഹിച്ച് ഇപ്പോ വേറെ പ്രധാനപ്പെട്ട ചുമതലകൾ പലതും വഹിക്കുന്നുണ്ട്. സുപ്രധാനപ്പെട്ട ചുമതലകൾ തന്നെയാണ് അവർക്ക് LDF സർക്കാർ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ 2 വർഷത്തിന് ശേഷം പിന്നീട് പിണറായി വിജയനാണല്ലോ മുഖ്യമന്ത്രി. കോൺഗ്രസ് നേതാവായ G കാർത്തികേയന്റെ മരുമകളാണെന്നോ GKയുടെ മകനായ ശബരിനാഥന്റെ ഭാര്യയാണ് എന്നോ ഉള്ള ഒരു രാഷ്ട്രീയ പരിഗണനയോ വ്യത്യാസമോ വിവേചനമോ കൂടാതെ തന്നെ അവരുടെ കഴിവിനൊത്ത തസ്തികകളെല്ലാം ഗവൺമെന്റ് മാറി മാറി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമാണ്, അല്ലെങ്കിൽ അതിനുള്ള അവരുടെ നന്ദിയാണ് ഇത്തരം പുകഴ്ത്തലുകളിലൂടെ അവർ തുടർച്ചയായി നടത്തുന്നത്. അതെ എന്ന് പറയുന്നുണ്ടല്ലോ. എന്നിപ്പോ ഈ ചർച്ചയിൽ തന്നെ അഭിപ്രായങ്ങൾ നമുക്കറിയാം, കളക്ടർ ബ്രോ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥരുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് അവർക്ക് തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറയുന്നു, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ ഈ കളക്ടർ ബ്രോയ്ക്കും ആ സ്വാതന്ത്ര്യം കൊടുക്കണമല്ലോ. ഈ ചീഫ് സെക്രട്ടറിയെ കണ്ട് ഇന്ന് ആവലാതികൾ ബോധിപ്പിക്കാനായി ഇന്ന് അദ്ദേഹം പോവുകയാണ്. കാരണം സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന ആളാണ്. അതായത് സർക്കാരിനെ പുകഴ്ത്തുന്ന, CPMനെ പുകഴ്ത്തുന്ന, അതുമായി ബന്ധപ്പെട്ട വാചക കസരത്ത് നടത്തുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പദവി. അവിടെയാണ് പാദസേവകർക്ക് നല്ല കാലം എന്ന ഒരു വ്യാഖ്യാനം, അത്തരത്തിൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നത്. അതെന്തിനാണ് പ്രശാന്തിന്റെ വിഷയവും ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്ന രഞ്ജിത്തെ? എന്ത് കമ്പാരിസൺ ആണ് അതിനുള്ളത്? പ്രശാന്ത് പറഞ്ഞത് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് വീട്ടിലിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ മനസ്സിലായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് വീട്ടിലിരിക്കുന്നത്. അത് താങ്കളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം അതല്ല. നിശ്ചയമായ എന്റെ അഭിപ്രായം അതല്ല. പ്രശാന്ത് പറഞ്ഞ ജയതിലകനെ കുറിച്ചാണ്. അത് മനസ്സിലായില്ലേ? ജയതിലക മറ്റു IAS ഉദ്യോഗസ്ഥനാണ്. അല്ല, നമ്മൾ തമ്മിൽ ഈ കാര്യത്തിൽ വാദപ്രയോഗമാണല്ലോ. ഞാൻ അഭിപ്രായം പറയാനുള്ള താങ്കളുടെ ചോദ്യത്തിന് അത് ദയവായി കേൾക്കൂ. അപ്പം ജയതിലകൻ എന്ന് പറഞ്ഞാൽ വേറെ IASകാരനാണ്. ആ IASകാരനെതിരെയാണ്, പിന്നെ മറ്റു IASകാർക്കെതിരെയാണ് പ്രശാന്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ. അല്ലാതെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതോ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുമായിട്ടോ രാഷ്ട്രീയ മുന്നണിയുമായിട്ടോ ഒന്നുമല്ല പ്രശാന്തിന്റെ അഭിപ്രായ വ്യത്യാസം. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുമില്ല. ഇന്നും പറഞ്ഞിട്ടില്ല പ്രശാന്ത്.
പിന്നെന്തിനാണ് അതിനെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്? അതല്ലല്ലോ വിഷയം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൂട്ടിക്കെട്ടാം, അതിനൊക്കെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതിനോട് കടുത്ത വിയോജിപ്പാണുള്ളത്. കാരണം പ്രശാന്ത് ഉന്നയിച്ചിട്ടുള്ളത് ഭരണ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചയാവേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങളല്ല. അതിൻ്റെ അകത്ത് അവരുടെ IAS കാരൻ എന്നുള്ള നിലയിൽ പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമുള്ള നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നങ്ങളോട് ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണ് റെസ്പോൺസ് ഉണ്ടാവുന്നത്. പൊളിറ്റിക്കൽ പിന്നെ ആ തലത്തിലല്ല അതുണ്ടാവുന്നത്. അത് മറ്റൊരു വിഷയവുമാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ അതിനെ സംബന്ധിച്ച് വേറെ പറയേണ്ടി വന്നാൽ ഞാൻ പറഞ്ഞോളാം. ഈ വിഷയമാണല്ലോ നമ്മളുടെ ചർച്ചാ വിഷയം, ഫോക്കസ് ഇതാണല്ലോ, ദിവ്യ എസ് അയ്യർ. അപ്പോൾ ദിവ്യ എസ് അയ്യർ എന്നുള്ള വ്യക്തി അവരുടെ അഭിപ്രായം പറഞ്ഞു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് തെറ്റോ ശരിയോ എന്നുള്ള ആ ഒരു മാനദണ്ഡങ്ങളിലേക്കല്ല ഞാനത് വിലയിരുത്തുന്നത്. അവർക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പറഞ്ഞ വാക്കുകളിൽ അത് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോകുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയോടുള്ള പ്രൈസ് ആണ്, അദ്ദേഹത്തെ പുകഴ്ത്തലാണ് എന്ന് എനിക്കത് വായിച്ചിട്ട് മനസ്സിലായിട്ടേ ഇല്ല. പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കാൻ ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. അതിപ്പോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു.